ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഇതാ ഇന്ന് മുതൽ നൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ നൈറ്റി പഠിക്കാനാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. കഴിഞ്ഞ 22 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ച് ബേബി ഡ്രസ്സിന്ന് തുടങ്ങിയിട്ടാണിപ്പോൾ നൈറ്റി എത്തിയിട്ടുള്ളത്. അതുപോലെ നൈറ്റി നമുക്ക് സിമ്പിൾ ഒരു നൈറ്റീൻ്റെ അകത്ത് വേണം തുടങ്ങാൻ. എന്നിട്ട് വേണം നമുക്ക് പല രീതിയിലുള്ള നൈറ്റീൻ്റെ അകത്ത് പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ എ ലൈൻ നൈറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ ഞാൻ പറയുന്നതെല്ലാം. എ ലൈൻ നൈറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഞാനിവിടെ ഡ്രോ ചെയ്തത് കണ്ട ഇതേപോലത്തെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ് അത്യാവശ്യം വണ്ണമുള്ള ഒരാളെയാണ്. അപ്പോൾ എനിക്ക് ഈ നൈറ്റി തുണീൻ്റെ അകത്തുനിന്ന് കുറേ തുണിയെടുത്ത് അങ്ങനെ ഇങ്ങനെയും ചെയ്യാനൊന്നും പറ്റൂല. അഡ്ജസ്റ്റ് ചെയ്തിട്ടും പീസ് വെച്ചിട്ടും ഒക്കെ ചെയ്യേണ്ടി വരും. മാക്സി തുണി നമുക്ക് കുറേ ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങളെ അളവ് ബോഡിയിൽ നിന്ന് എടുക്കുക. ഇവിടെ നോക്കിയാട്ടെ, ചെസ്റ്റ് ബ്രസ്റ്റ് എന്നൊക്കെ ഞാൻ കൊടുത്തിട്ടില്ലേ, അതെല്ലാം എഴുതി വെച്ചിട്ട് എൻ്റെ അളവ് കൊടുത്തതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ അളവും കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ എത്രയാ ലൂസ് വേണ്ട, 1 ഇഞ്ചാണെങ്കിൽ അതും ചേർത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് അതിനൊന്നും ആവുന്നില്ലെങ്കിൽ ഈ അളവ് തന്നെ എടുത്തിട്ട് ഞാൻ ചെയ്യും പോലെ അങ്ങ് ചെയ്ത് പഠിച്ചോ കേട്ടോ. എടുത്ത മെഷർമെൻറ്റ് ഫുൾ ലെങ്ത്ത് 54, ചെസ്റ്റ് 46, ബ്രസ്റ്റ് റൗണ്ട് 48, വേസ്റ്റ് റൗണ്ട് 42, ഹിപ്പ് 52, ഫുൾ ഷോൾഡർ SH ക്യാപിറ്റൽ നെയ്തത് ഫുൾ ഷോൾഡർ 14, നെക്ക് വിഡ്ത്ത് 3, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6, ബാക്ക് നെക്ക് ലെങ്ത്ത് 3, പിന്നെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് സ്ലീവ് ലെങ്ത്ത് 7.5 വേണം, സ്ലീവ് റൗണ്ട് 15 വേണം, സ്ലീവ് ഓപ്പൺ റൗണ്ട്. ഇതാണ് നമ്മളെ ആ ഒരു എ ലൈൻ നൈറ്റീൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. സിമ്പിൾ നൈറ്റി, നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു നൈറ്റിക്ക് സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഒരു പ്ലാക്കറ്റ് വെക്കുന്ന മോഡലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളവിടെ ഹുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കും. സിപ്പല്ല നമ്മൾ ആദ്യം പഠിക്കുന്നത്. സിപ്പിനേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെയായിരിക്കും. ഞാൻ ഇതാ ഒരു ബ്രൗൺ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ നൈറ്റി തുണിന്ന് വിചാരിക്കുക. ഇതേപോലെ നീളത്തിൽ അങ്ങ് ഉള്ളയാണ്. അപ്പോൾ നമ്മൾ നൈറ്റി തുണീനെ നമ്മൾ ആദ്യം എങ്ങനെയാണ് മടക്കി കൊടുക്കണ്ടേ? ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതുപോലെ ഞാൻ തുണീൻ്റെ അകത്തും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് നോക്കേ. ഇതേപോലെ രണ്ടായി മടക്കിയിട്ട് ഒന്നും കൂടെ നടുവിലേക്കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അന്നേരം നമുക്ക് ബാക്ക് പാർട്ടിലേക്കുള്ളതും ആയി, ഫ്രണ്ട് പാർട്ടിലേക്കുള്ളതും ആയി. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് മടക്കൽ വരുന്നത്. ഇനി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ പോയി. ഇത് നമ്മളെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ആദ്യമേ അങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യാമെന്ന് ചിലരൊക്കെ വിചാരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോയി, നമുക്ക് സ്ലീവിൻ്റെത് കിട്ടൂല. സ്ലീവിൻ്റെ ഒക്കെ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ അകത്തുനിന്നാണ് കിട്ടുന്നത്. അതിപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ലീവിന് എവിടുന്നാണ് കിട്ടുന്നതെന്നുള്ള കാര്യം. ഇവിടെ ഞാനിതാ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത്, എന്താ നോക്കിയാട്ടെ, ഇത്ര വരെയാണ് ഫുൾ ലെങ്ത്ത് വരുന്നത്. ഇതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക. തുണിയിലായാലും അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. പിന്നെ ആം ഹോൾ ലൈന്, ഷോൾഡറിൻ്റെ അളവ് തന്നെ ആം ഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നൈറ്റിയിൽ. എന്നിട്ട് ഇതേപോലെ ആം ഹോൾ കേവും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെസ്റ്റും ബസ്റ്റും കൂടെ മാർക്ക് ചെയ്യണം. പിന്നെ വേസ്റ്റ്, ഹിപ്പ് എല്ലാം മാർക്ക് ചെയ്ത് മാക്സിമം നമുക്ക് കിട്ടുന്ന അത്രയും ആ ഒരു വീതി കൊടുക്കുക താഴെ ഭാഗത്തൊക്കെ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാനാണ് പോകുന്നത്. തയ്യൽ തുമ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പേ നൈറ്റിക്ക് വേണ്ടു. എന്നിട്ട് ഇതാ നെക്ക്, ഫ്രണ്ട് നെക്കും കൊടുക്കുക, ബാക്ക് നെക്കും കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴെ ഭാഗത്ത് ഇവിടെ ഒരു കേവ് ഷേപ്പും കൂടെ കൊടുക്കണം. നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. തയ്യൽ തുമ്പും കൊടുത്തിട്ട് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ ഞാനിപ്പോൾ ഈ കടലാസ് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് തുണീൻ്റെ അകത്തും ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിലൊരു ഓപ്പണിംഗ് വെച്ച് കൊടുക്കുന്ന പണിയേ ഉള്ളൂ. പിന്നെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്യുന്നത് നേർക്ക് പഠിപ്പിച്ച് തരുമ്പം നിങ്ങൾക്ക് നിങ്ങളെ അളവിൽ എന്തൊരു ഈസി ആയിട്ട് ചെയ്യാമെന്നറിയോ? തയ്യൽ തുമ്പ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ മുറിച്ചൊന്നും കളയല്ലേ, ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചാടിയേക്കരുത്. അവിടെ തന്നെ സൂക്ഷിച്ച് വെക്കണം. അതിൻ്റെ അകത്ത് നമ്മളെ സ്ലീവ് ഉള്ളതേ. ഇനി ഇതേപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ടാകുമ്പം ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഇത് ആദ്യമേ സെപ്പറേറ്റ് ആക്കി കൊടുക്കരുത്. ഇവിടെ നമുക്ക് സ്ലീവിന് വേണ്ടുന്നതാണ്. എന്നിട്ട് ഈ 2 പീസിനെ നിങ്ങൾ സൂക്ഷിച്ചിട്ട് ആടെ വെക്കണം. ആടെയാണ് നമ്മളെ സ്ലീവ് വരുന്നത്. ഞാൻ വരച്ച് കാണിക്കേ. നിന്ന് ഇങ്ങനെ വേണം നമ്മളെ സ്ലീവിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നമുക്ക് സ്ലീവിനൊക്കെ തുണി കിട്ടൂല്ലോ. വേറെ താഴെ ഭാഗത്തൊന്നും തുണിയൊന്നും ഇല്ല. അത്രയേ ഉള്ളൂ നമ്മളെ നൈറ്റി മെറ്റീരിയൽ വാങ്ങിയാൽ ഉണ്ടാവുള്ളൂ.
ഇതേപോലെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അതാണ് നമ്മൾ ആദ്യമേ സെപ്പറേറ്റ് ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മളിതാ ഇനി ഇതേപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രണ്ട് നെക്ക് കൊടുക്കുക. ഫ്രണ്ടിലെ ആം ഹോൾ ലേശം കുഴിച്ച് മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. എന്നിട്ട് ബാക്കിൽ നെക്ക് വിട്ട് നോക്കിയിട്ട് ബാക്കിലെ നെക്ക് ലെങ്ത്തും കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മളെ നൈറ്റീൻ്റെ കട്ടിങ് വരുന്നത്. കണ്ടോ, ഇതേപോലെ വന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കും. കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു കുഞ്ഞ് നൈറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അളവുകൾ പറഞ്ഞു തരാം. നോട്ട് നിങ്ങൾ നോക്ക്. ഈ ഒരു നൈറ്റീൻ്റെ ഫുൾ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യണം. ഷോൾഡർ മുതൽ നമ്മൾ ഫ്ലോർ ലെങ്ത് വരെയാണ് മാക്സി എടുക്കുക. താഴെ വരെയുള്ള ആ ഒരളവ് 54 നമ്മളെ ബുക്കിൽ തന്നിട്ടുണ്ട്, എൻ്റെ അളവ്. അപ്പോൾ നിങ്ങളെ അളവ് അതേപോലെ എടുക്കുക. താഴെ വരെയുള്ള അളവ് നിങ്ങൾ എടുത്തിട്ട് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് വേണം നിങ്ങൾ മാക്സിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഫുൾ ലെങ്ത്തിൻ്റെ നോട്ട് ഫസ്റ്റ് പോയിൻ്റായിട്ട് ഞാൻ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷോൾഡറിൻ്റെ അളവ് വേണം നമ്മളിനി മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നോട്ടിൽ എത്രയാ ഷോൾഡർ തന്നേ നോക്കിയാട്ടെ. 14 ഇഞ്ച് വരുന്നുണ്ട് നമ്മളെ ഫുൾ ഷോൾഡർ. 14 ഇഞ്ച് എന്ന് പറയുമ്പം ഈ ഒരു നൈറ്റിയിൽ നോക്ക്, ഇപ്പുറത്തെ ഷോൾഡർ മുതൽ ഇപ്പുറത്തെ ഈ ഒരു ഷോൾഡർ വരെയുള്ളതാണ് 14 ഇഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ തുടിയിൽ മാർക്ക് ചെയ്യുമ്പം ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്തിട്ടാണ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ബാക്ക് നെക്ക് ലെങ്ത് കൂടെ നോക്കുക. 2.5 ഇഞ്ചിലും കൂടുതലാണെങ്കിൽ ഫുൾ ഷോൾഡറും എടുത്ത് അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പും ചേർത്തിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ നൈറ്റീൻ്റെ ആ ഒരു ഷോൾഡർ ഇങ്ങനെ ഊരിപ്പോകുന്ന പ്രോബ്ലം നമുക്ക് വരും. ഇവിടെ നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ച് വരുന്നുണ്ട്. 2.5 ഇഞ്ചിനേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എത്രയാണ് 7 എടുത്തിട്ട് മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് ഒന്നും ചേർത്ത് കൊടുക്കണ്ട. 2.5 ഇഞ്ച് ആണെങ്കിൽ 1/4 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കാം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ആം ഹോൾ ലൈനും ഈ ഷോൾഡർ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് ആം ഹോൾ കേവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? ഷോൾഡർ എടുത്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ മാക്സിക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചിലൊക്കെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഭംഗി ഉണ്ടാവില്ല, ബോറായിരിക്കും. ആം ഹോൾ ലൈന് മാർക്ക് ചെയ്താൽ നമ്മളെ ചെസ്റ്റ് ലൈനാണ് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൈക്കുഴീൻ്റെ ഈടെ വരുന്ന നമ്മളെ ചുറ്റിലും ടാപ്പ് ബോഡിയിൽ ചുറ്റിലും ബാക്കിന്നേ അളവ് എടുത്തു കഴിഞ്ഞാൽ ചെസ്റ്റ് റൗണ്ട് ഫുള്ള് കിട്ടും. അങ്ങനെ നമുക്കിവിടെ ഫുള്ള് ചെസ്റ്റ് തന്നിട്ടുള്ളത് എത്രയാണ്? 46 വരുന്നുണ്ട്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന മാക്സിക്ക് 46 ചെസ്റ്റ് ഉള്ളവരതാണ്. കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ നമ്മൾ 46ൻ്റെ 4/1 എടുക്കുക. 46 ഹരിക്കണം 4 നോക്കുക. 1/2 ഇഞ്ച് ലൂസും ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതേപോലെ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അതാണ് ഇങ്ങനെ ഞാൻ എഴുതി വെക്കുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് പ്ലസ് സീം അലവൻസ് 1 ഇഞ്ച് കൂടെ ചേർക്കുക. തയ്യൽ തുമ്പ് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തുണി എത്തുന്ന പോലെ നോക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 1 ഇഞ്ചൊക്കെ എടുത്തോ. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തുണി എത്തൂല മാക്സിക്ക്, അതൊന്നും നോക്കിക്കോ. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ബെസ്റ്റ് അളവാണ്. നമുക്കിപ്പം ചെസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മളെ ബെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ അളവില്ലേ, ചെസ്റ്റിനേക്കാൾ കൂടുതലുണ്ടാവും ചിലർക്ക്. കണ്ടില്ലേ, ഞാനിവിടെ വരച്ചത് കണ്ടല്ലോ? ഇതാണ് നമ്മളെ ബെസ്റ്റ് അളവ്. ഇതിന് നേരെ ആ ഒരു ബെസ്റ്റ് പോയിൻ്റ് ഇല്ലേ, അതിന് നേരെ ടാപ്പ് ബാക്കിൽ നിന്നേ ചുറ്റിയിട്ട് അളവെടുത്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടും. ആ ഒരളവ് നിങ്ങൾ നിർബന്ധമായും നൈറ്റിക്ക് എടുത്തിരിക്കണം. ആ അളവെടുക്കാണ്ട് ചെസ്റ്റും വേസ്റ്റും മാത്രമൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ മാക്സി ഇടുമ്പം നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. നൈറ്റിക്കൊക്കെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സുഖം ഉണ്ടാവുക മാക്സി ഇടാനല്ലേ. അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 കാണുക. പ്ലസ് 1/2 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് സീം അലവൻസ് തയ്യൽ തുമ്പും ചേർക്കുക. അടുത്തത് 6ാമത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഹിപ്പിൻ്റെയും ബെസ്റ്റിൻ്റെയും നടുവിൽ വരുന്ന നമ്മളെ ബോഡിയിൽ ഒരു ഷേപ്പ് വരുന്ന അവിടെയാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അവിടുത്തെ അളവ് നിങ്ങൾ എടുക്കുക. 4/1 ആക്കിയിട്ട് മാർക്ക് ചെയ്യുക. തുണി 4ആയിട്ട് മടങ്ങുന്നുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് ലൂസ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. മാക്സിക്കൊക്കെ ലൂസ് വേണം. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതും ഇതേപോലെ നമ്മളെ ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു അരക്കെട്ടിൻ്റെ അവിടെ വരുന്ന ആ ഒരു അളവായിരിക്കും. അതും നിങ്ങൾ എന്തായാലും എടുക്കണം. അതും എടുത്തിട്ട് ഇതേപോലെ തന്നെ 4/1 എടുക്കുക. 1/2 ഇഞ്ച് ലൂസ് എടുത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഹിപ്പ് 52 വരുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ?
ഇത്രയെല്ലാം മാർക്ക് ചെയ്തിട്ടാകുമ്പം ലാസ്റ്റ് നമ്മൾ നെക്കെല്ലാം ഫേസിങ് വെച്ച് ഫിനിഷ് ചെയ്യും. ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ട് ഫ്രണ്ടിൽ നമ്മളൊരു പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഇവിടെ ഞാൻ വരച്ച് തെറ്റിച്ചതാണേ. പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളെ നൈറ്റി വരുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ സ്ലീവ് അറ്റാച്ചിങ് ആണ്, അതെന്ത് സിമ്പിളാണ്. പിന്നെ നമുക്ക് ആടെ കിട്ടുന്ന അത്രയും ഫ്ലെയർ നമ്മളെ മാക്സീൻ്റെ വീതി ഇല്ലേ, താഴെ ഭാഗത്ത് വീതി കുറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമ്പം തടയും. അപ്പോൾ താഴെ ഭാഗത്ത് ആ ഒരു നൈറ്റി തുണിയിൽ കിട്ടുന്നത്ര വീതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറവ് വീതിയെ നമുക്ക് നൈറ്റി തുണിയിൽ കുറേയൊന്നും ഉണ്ടാവില്ല. ആ കിട്ടുന്നത് അങ്ങ് എടുത്താൽ മതി. തുണിയിൽ ചെയ്യുമ്പം ബാക്കി പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ നൈറ്റി മെറ്റീരിയൽ. ഇത് 3 മീറ്റർ ആയിരിക്കും ഉണ്ടാവുക. നൈറ്റി മെറ്റീരിയൽ നമുക്ക് ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ 130-170 രൂപക്കൊക്കെ വാങ്ങിയതാണ്. ഇപ്പം 130 തോന്നുന്നതിന് വരുന്നത്. കണ്ടില്ലേ? ഇതേപോലെ ഞാൻ ആദ്യം പേപ്പറിൽ ചെയ്ത പോലെ ഇതിനെ നിവർത്തി മടക്കാനാണ് പോകുന്നത്. അപ്പോൾ എനിക്കെല്ലാം വീഡിയോൻ്റെ അകത്ത് ചിലപ്പോൾ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും ഞാൻ കാണിക്കാം. മോശം ഭാഗമാണ് മടക്കണ്ടേ. ഇതിങ്ങനെ നിവർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിവർത്തിയിട്ടിട്ട് ആദ്യം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. സൈഡെല്ലാം ലെവലാക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ നമുക്കൊന്നും കൂടെ മടക്കാനില്ലേ, എല്ലാം ലെവലാക്കട്ടെ. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇതിൻ്റെ നടുവേ കൂടെ ഒന്നും കൂടെ മടക്കാനാണ് പോകുന്നത്. എന്നാലല്ലേ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടുമായിട്ട് നമുക്ക് കിട്ടുമല്ലോ. ഇതാദ്യം ഒന്ന് മടക്കി പിന്നെ ഇതാ രണ്ടായി ഒന്നും കൂടെ മടക്കാനാണ് പോകുന്നത്. ഇതേപോലെ നല്ല നീറ്റായിട്ട് ചെയ്യട്ടെ. എത്തുന്നില്ല എനിക്ക് ടേബിളിൽ വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പേപ്പറിലൊന്നും കൂടെ കാണിക്കുവേ. ഇതാ മടക്കി ഇട്ടിട്ടുണ്ട്. ഇത് മടക്ക് ഭാഗം. ഇത് കണ്ടോ, ഇപ്പുറത്താണ് മടക്ക് ഭാഗം വരുന്നത്. എവിടെയാ നെക്കെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. കണ്ടില്ലേ? ഇതാ ഇതേപോലെ മടക്കിയിട്ടു. ഒന്നും കൂടെ നിങ്ങൾ നോക്ക്. ഇതാണ് നമ്മളെ നൈറ്റി തുണി ഇങ്ങനെ നീളത്തിലാണ് ഉള്ളത്. ഇനി ആദ്യം ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. ഇതേപോലെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുത്ത് ഇതേ രീതിയിൽ നമ്മൾ തുണി ഇപ്പോൾ ഉള്ളത്. ഒരു മാറ്റവും ഇല്ല കേട്ടോ. കടലാസിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു മടക്ക് ഭാഗമൊക്കെ വരുന്നതെല്ലാം ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ? ഇവിടെ മടക്ക് ഭാഗം വരുന്നുണ്ട്. ഇതാ ഇവിടെയും വരുന്നുണ്ട്. കണ്ടില്ലേ? ഇപ്പുറത്ത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. ഈ നിവർത്തിയിട്ടതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു മേലത്തെ ഭാഗമില്ലേ, ഇതാ ഈടന്ന് ഈ മടക്ക് ഭാഗമാണ് അതെല്ലാം നോക്കണേ. ഈടുന്ന് താലോട്ട് ഫുൾ ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ 54 വരുന്നുണ്ട്. 54 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് എത്ര 55.5 ഞാൻ മാർക്കിങ് കൊടുത്തു. എന്നിട്ട് ആടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തേക്കാം. നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ ആടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തേക്കാം. താഴെയൊക്കെ കുറച്ച് തുണി ആടെ ഇല്ലു, കണ്ടില്ലേ? അതിനെക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊന്നും എത്തൂല. അത്രയും കുറച്ച് എനിക്കുള്ളൂ. ഇതാ ഈ മേലേന്ന് ഇങ്ങനെ നമ്മൾ ഫുൾ ലെങ്ത്ത് ഇടുന്ന ഇങ്ങനെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് ഇത്ര വരെ വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ തുണീൻ്റെ അകത്ത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് എന്താ, ഷോൾഡർ അല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് ഒന്നും തന്നെ ചേർക്കണ്ട. കാരണം 2.5 ഇഞ്ചിനേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ നെക്ക് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തയ്യൽ തുമ്പ് ചേർക്കാണ്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കണക്ക് വേണമെങ്കിൽ ക്ലാസ് 8 തയ്യലിൻ്റെ ക്ലാസ് 8ൻ്റെ അകത്താണ് ഷോൾഡർ കാൽക്കുലേഷൻ ഉള്ളത്. അത് നോക്കണം പോയിട്ട്. ഇതാ ഇവിടെ നിന്നിങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. 7 എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോൾ ലൈനായിട്ടും 7 തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറവൊന്നും വരില്ല. കണക്കായിട്ടുള്ള ആ ഒരു ആം ഹോൾ റൗണ്ട് തന്നെ നമുക്കിവിടെ കിട്ടും. അതുകൊണ്ട് ഷോൾഡർ തന്നെ എടുത്തിട്ട് ആം ഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ച് നീട്ടിയിട്ട് ആം ഹോൾ ലൈന് കൊടുക്കാം. അധികമായിട്ട് എടുത്തിട്ട് കുറച്ചും കൂടെ ലൂസിൽ അന്നേരം നമുക്ക് കിട്ടും. ഇതിപ്പം സെയിം കറക്റ്റ് അളവായിരിക്കും ഉണ്ടാവുക. ലാസ്റ്റ് ഈ മാക്സി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്കത് ഇടിയിപ്പിച്ച് കാണിച്ചു തരും കേട്ടോ. ഇപ്പോൾ ഇത് ആം ഹോൾ ലൈന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് ആണ് കൊടുക്കേണ്ടതല്ലേ. ഇവിടുന്ന് ഈ ഒരു മാർക്ക് ചെയ്ത് ഈ ആം ഹോൾ ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് കൊടുക്കണം. ഇനി 1 ഇഞ്ച് ലൂസ് വേണമെങ്കിൽ 1 ഇഞ്ച് കൊടുക്കാം. 46 ചെസ്റ്റ്, 46 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ 11.5 കിട്ടും. 1/2 ഇഞ്ച് ലൂസും ചേർത്തിട്ട് 12ൻ്റെ അകത്ത് ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുത്ത് ചെസ്റ്റ് കാണുന്നില്ലേ ഇങ്ങനത്തെ തുണിയായിട്ട്. ഓക്കെ, ഇതേപോലെ വരച്ചു കൊടുത്ത് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബെസ്റ്റാണ്. ബെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ആ ഒരു ബ്രസ്റ്റ് വരുന്ന ഭാഗമില്ലേ അവിടുത്തെ അളവ് അത് ഇത്രയാണ് തന്നേ നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ആ ബ്രസ്റ്റ് പോയിൻ്റ് അതിന് നേരെ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെയോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? തെറ്റല്ലേ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഷോൾഡർ മുതൽ നമ്മളെ ആ ഒരു ബെസ്റ്റ് പോയിൻ്റ് വരെ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട്
ഒന്ന് അളന്ന് നോക്കുക. ഇങ്ങനെ ഞാനിതാ ഷോൾഡറിൻ്റെ അടുക്കുന്ന മേലേന്ന് ഇവിടത്തേക്ക് അളവ് വെച്ച് എൻ്റെ ബോഡിയല്ല, ഞാനിപ്പം കൊടുത്ത അളവിനിപ്പോൾ 10.5 അവരെ ബ്രസ്റ്റ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 10.5 കര ഇഞ്ചും കൂടെ ചേർത്തിട്ട് 11 വേണം മാർക്ക് ചെയ്യാൻ. ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്തല്ലോ. അപ്പോൾ ഈ മാർക്കിങ്ങിന് നേരെയാണ് നമ്മളെ ബെസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു മാർക്കിങ്ങിന് നേരെ സ്കെയിൽ വെച്ചിട്ട് ബെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ലൂസും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ബെസ്റ്റ് പോയിൻറ്റിന് നേരെ അളവ് വന്ന്, അല്ലാണ്ട് ഏടിയോ കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ലല്ലോ. ഇപ്പോൾ 48 വരുന്നുണ്ട് ബെസ്റ്റ് റൗണ്ട്. 48 ഹരിക്കണം 4 നോക്കി 12 കിട്ടി. 12 അരയിൽ ബെസ്റ്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒരു ലൈൻ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി, അവിടെ ഒരു ലൈൻ കൊടുക്കാം. ഒന്നാമത് ഇങ്ങനത്തെ തുണിയാകൊണ്ട് നേർക്ക് തിരിയുന്നില്ലല്ലോ വരച്ചതൊന്നും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക. ഇപ്പം ചെയ്ത പോലെ തന്നെ നമ്മളെ ഷോൾഡർ മുതൽ ആ ഒരു വേസ്റ്റ്, നമ്മളെ ആ ഒരു ഷേപ്പ് ഏടെ വരെ വരുന്നു നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഏടെയോ കൊണ്ടുപോയി ഇപ്പം നമ്മളെ ഹിപ്പിൻ്റെ ആടെയൊക്കെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റുമല്ലോ. അപ്പോൾ നമ്മളെ ഷോൾഡർ മുതൽ നമ്മളെ ആ ഒരു വേസ്റ്റിൻ്റെ നമ്മളെ ആ ഒരു ഷേപ്പ് വരെ എത്ര വരുന്നുണ്ട് എന്നിങ്ങനെ അളന്ന് നോക്കിയിട്ട് ആ ഒരു അളവ് ഇടാം, മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇതാ 14 ആണെങ്കിൽ 14.5 മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിടാം 14.5 ആവേണ്ട 15 മാർക്ക് ചെയ്ത് കൊടുത്തു. 15.5 ആ ഒരു വേസ്റ്റ് വരുന്നത്, ഷേപ്പ് വരുന്നത്. എന്നിട്ട് ആ ഒരു ജസ്റ്റ് അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അതിന് നേരെ വെച്ചിട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ലൂസും മാർക്ക് ചെയ്ത് കൊടുക്കുക. 42 വരുന്നുണ്ട് വേസ്റ്റ് റൗണ്ട്. 42 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ 10.5 കിട്ടി. ഒരു അര ഇഞ്ച് ലൂസും ചേർത്തിട്ട് 11 ഇഞ്ചിൽ ഇങ്ങനെ മാർക്കിംഗ് കൊടുത്ത് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ ഹിപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളെ ഷോൾഡർ മുതൽ നമ്മളെ ആ ഒരു ഹിപ്പ് വരുന്ന ഭാഗം, നമ്മളെ ആ ഒരു അരക്കെട്ട് വയറ് കഴിഞ്ഞിട്ട് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗമില്ലേ, ആടെ വരെ എത്ര വരുന്നേ നോക്കുക. അവിടെ കുറച്ച് വീതി കൂടുതലായിരിക്കില്ലേ, വണ്ണം കൂടുതലായിരിക്കില്ലേ. അപ്പോൾ ആ ഒരളവ് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ എനിക്കിവിടെ 52 വരുന്നുണ്ട്. 52 മാർക്ക്, 52 ഹിപ്പ് റൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഷോൾഡർ മുതൽ ഈ ഒരു ഹിപ്പ് വരെ എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ആടെ ഞാൻ മാർക്കിംഗ് കൊടുത്തു. കണ്ടല്ലോ, 18.5 മാർക്കിംഗ് കൊടുത്തു. 18 ആണെങ്കിൽ 18.5 എടുക്കുക. ഒരു അര ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്തതിന് നേരെ 52ൻ്റെ 4/1 ലൂസും മാർക്ക് ചെയ്ത് കൊടുത്തു. തയ്യൽ തുമ്പുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കൊടുക്കാം കേട്ടോ, അത് നമുക്ക് കൊടുക്കാം. ഇപ്പം ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ ഞാൻ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്ര നേരിങ്ങനെയായി ഇപ്പം കാണുന്നതല്ല. ഈ തുണിയിൽ ഏത് ചോക്കും വരച്ചിട്ട് കാണുന്നില്ല, പിന്നെയും കാണുന്നത് ഈ ഒരു ചോക്കാണ്. ഇതവിടെ ഷേപ്പ് കൊടുക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് 1 ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് തയ്യൽ തുമ്പേ മാക്സിക്ക് കൊടുക്കണ്ടു. നിങ്ങൾ തെറ്റിക്കുന്ന് തോന്നുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് ലൂസിൽ തന്നെ മാക്സിൻ്റെ അളവ് എടുത്താൽ മതി. നിങ്ങളിപ്പം കണ്ടല്ലോ, ഷേപ്പ് വരെ നമ്മളാക്കി. പിന്നീട് നമുക്ക് അങ്ങോട്ടേക്ക് കിട്ടുന്ന ആ ഒരു വീതിയിൽ അങ്ങ് എടുത്തു കൊടുക്കുകയേ വേണ്ടൂ. താഴെ ഭാഗത്ത് വീതി വേണ്ടേ നമുക്ക്. അപ്പോൾ ഈ മാക്സി മെറ്റീരിയലിനും കുറേ വീതിയൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല, ഒരു അത്യാവശ്യ വീതി ഉണ്ടാവുള്ളൂ. ഇനി അതിലും കുറവാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു മാക്സിക്ക് ആ കിട്ടുന്ന വീതി എടുക്കുന്നുണ്ട്. ഇതാ ഈ ഹിപ്പ് മാർക്ക് ചെയ്ത് ഈടുന്ന സ്കെയില് ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് വെച്ചിട്ട് അങ്ങ് താഴേക്ക് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. കണ്ടില്ലേ, താഴോട്ടെത്തുമ്പം ആ കിട്ടുന്ന വീതിയിൽ അങ്ങ് എടുത്താൽ മതി. കണ്ടോ, ഞാൻ ചെയ്ത് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് താഴോട്ടെത്തുമ്പം ആ ഒരു തയ്യൽ തുമ്പിൻ്റെ വീതി കുറച്ചെടുത്ത് നമുക്ക് അവിടെയൊക്കെ തയ്യൽ തുമ്പ് അര ഇഞ്ച് 4 ഇഞ്ച് എത്രയും നമുക്ക് വേണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കാനൊന്നുമില്ല, ഇത് അത്രയും സിമ്പിളാണ്. എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുത്ത് നമുക്ക് വീതി വേണ്ടേ, താഴെല്ലാം നമ്മൾ നടക്കുമ്പോൾ തടഞ്ഞു പോയില്ലേ. ഇനി ഇതാ മേളിന്നേ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇതാ താഴോട്ടേക്ക് അതേപോലെ അങ്ങ് വരച്ചു കൊടുക്കുക. 1 ഇഞ്ച് ആണെങ്കിൽ 1 ഇഞ്ച് എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കുക. ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. താഴോട്ടെത്തുമ്പം അവിടെ കിട്ടുന്ന ചെറിയ തയ്യൽ തുമ്പ് എടുത്താൽ മതി. താഴോട്ട് നമുക്ക് അത്രയൊന്നും തയ്യൽ തുമ്പ് കിട്ടൂല. നമ്മൾ നൈറ്റ് വാങ്ങുന്നതിനും അല്ല, അങ്ങനെ തന്നെ ഉണ്ടാവല്. ഇതാ താഴെ ഭാഗം കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ കുറച്ച് കൊണ്ടുവന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീറ്റിൽ ചെയ്യണേ. ഇനി ആം ഹോൾ റൗണ്ടും നെക്കും മാർക്ക് ചെയ്യണം. നെക്ക് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരക്കാം കേട്ടോ. അത് ആദ്യമേ വരക്കായിരുന്നു, ഞാൻ മറന്നുപോയില്ലേ വരക്കാൻ. കുഴപ്പമൊന്നുമില്ല എപ്പോൾ വരച്ചാലും. ഇതാ നെക്ക് 3 ഇഞ്ച് വിഡ്ത്ത് ആണെങ്കിൽ 2.5 മാർക്ക് ചെയ്യുക.
1/2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇനി 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് മാക്സി സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ 1/4 ഇഞ്ച് കുറക്കുക, 2.25 മാർക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? 3 നെക്ക് വിഡ്ത്ത് 2.5 മാർക്ക് ചെയ്ത് നെക്ക് ലെങ്ത്ത് 6 ആണെങ്കിൽ 6.25 മാർക്ക് ചെയ്യണം. നെക്ക് ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. 6 ആണെങ്കിൽ 6.25 മാർക്കിംഗ് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് സ്ക്വയർ നെക്ക് ആക്കി കൊടുക്കാം. സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് ലേശം ഞാൻ കുറക്കുന്നുണ്ട്. ഇത്രയും വേണ്ടാന്ന് പറഞ്ഞത് എൻ്റെ അമ്മക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അമ്മ ഒന്ന് ഇത്രയൊന്നും താക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ലേശം കയറ്റി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക് നെക്കും ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വരച്ചു കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും കട്ട് ചെയ്താൽ മതിയല്ലോ. ഇനി ബാക്ക് പാർട്ട് എടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തോ. ബാക്ക് നെക്ക് ലെങ്ത്ത് 3 3.25 മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പ് കൊടുത്ത് ബാക്കിൽ റൗണ്ടാണ് അവിടെ ഇങ്ങനെ റൗണ്ട് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പം കിട്ടൂലേന്നൊന്നും ചിന്തിക്കണ്ട. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നു, പിന്നെ ഫ്രണ്ട് എടുത്ത് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ആം ഹോൾ വരക്കണം. അതിൻ്റെ സാധനമൊന്നും കാണാനായിട്ട് ഇതാ ഞാൻ പരിധി എടുക്കുകയെന്ന്. ആം ഹോൾ കേവ് വരയ്ക്കുന്ന ഫ്രഞ്ച് കേവ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതാ ഇതെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കുക. 1.5 മതിയാകും നമുക്ക് നൈറ്റിക്ക്. മാർക്കിംഗ് കൊടുത്തിട്ട് ഇതേപോലെ ഈ ഫ്രഞ്ച് കേവ് വേണമെന്നൊന്നുമില്ല, അങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇതേപോലെ അങ്ങ് കൊടുക്കുക. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി. ആം ഹോൾ കേവ് നമ്മൾ കൊടുത്ത് ആം ഹോൾ റൗണ്ട് ഒന്നും ഇവിടെ അളന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതാ കട്ട് ചെയ്യാൻ പോയിന്ന്. നമ്മളിതാ കട്ട് ചെയ്യുമ്പം കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നേ. ഈ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്ലീവിന് നമുക്ക് എത്തൂല, പണി കിട്ടും നമുക്ക്. ഇതേപോലെ കട്ട് ചെയ്ത് തയ്യൽ തുമ്പിൻ്റെ അടുക്കുന്ന അങ്ങ് താഴോട്ടേക്ക് പോകും. പിന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാനുണ്ട്. അത്രയും ഞാൻ മറന്നു പോയി പറയാൻ. അതും നമുക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ തെറ്റാനൊന്നും പോകുന്നില്ല, പക്ഷേ കൊടുക്കാം നമുക്ക്. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നേരെ താഴോട്ട് പോകാം. അവിടെ മുറിച്ച് കട്ടാക്കിയേക്കരുത്, ഇങ്ങനെ താഴോട്ടേക്ക് തന്നെ പോകണം. നമുക്ക് ഈ ഒരു വേസ്റ്റ് വരുന്നതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാനൊക്കെ ഉള്ളത്. എന്നാലും ഈ ഒരു അളവിന് നമുക്ക് വേറെ പീസൊക്കെ വേണ്ടി വരും. തടിച്ചവരെ അളവാകുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നമാണ്, തുണി എത്തൂല. കുറച്ച് മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ കുറേ തുണി എത്തും ഇതിൻ്റെ അകത്ത്. നല്ല വണ്ണമുള്ള ഏച്ചിമാരിതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് കുറച്ച് പണി കിട്ടുന്നത്. അതിപ്പോൾ ആ താഴോളം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുക. പിന്നെ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെയും കുറച്ച് തുണിയുണ്ട്. ഒരു 2 ഇഞ്ച് വരെ കട്ട് ചെയ്ത് കളയാനുണ്ട്. അതെല്ലാം കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ. ഇതേപോലെ ചെയ്യാം. ഇനി ഇതാ ഈ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് തന്നെ ഇതിങ്ങനെ ബാക്കിനൊക്കെ ആദ്യത്തെ കട്ട് ചെയ്യേ. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് വേറെ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫ്രണ്ടിലേത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതിന് മുന്നേ ഇതാ ഇവിടെ ജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമുക്ക് കൊടുക്കണം. ഞാനിതാ ഇവിടെ നിന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം വരക്കുന്നില്ല, നമ്മൾ എപ്പോഴും എല്ലാ ക്ലാസ്സിലും ചെയ്തതല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ 1/4 ഇഞ്ച് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. ഇനി നമുക്കിതാ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഇതേപോലെ ഫ്രണ്ട് നെക്ക് കൊടുക്കാം, കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് പാർട്ടിൽ ആം ഹോളിൻ്റെ അവിടെ ചെറുങ്ങനെ നമുക്ക് ലേശം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലല്ലേ നല്ല ഷേപ്പിൽ നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഒരു ഷേപ്പിൽ ഇങ്ങനെ അവിടെ ഇവിടെയും ചുളിഞ്ഞ് നിൽക്കുന്നൊന്നും ആയിക്കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ മാത്രം ഞാൻ വരക്കുന്നുണ്ടോ, ഈ ഒരു പോർഷനിൽ മാത്രം ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് വേണമെന്നില്ല, ഒരു 1/4 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കാണിച്ചു തരേ. ഇതിപ്പോൾ ഈ ചോക്ക് കൊണ്ട് വരച്ചിട്ട് തന്നെ കാണുന്നില്ലല്ലോ. കണ്ടോ, ഇതേപോലെ ഇത്ര പോരെ അളവിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഒരു അളവിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്താൽ സ്ലീവിനും കൂടെ നമ്മൾ കട്ട് ചെയ്യാനുണ്ട്, ഫ്രണ്ട് ഭാഗത്ത് മാത്രം. അത് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം നമ്മളെ മെയിനായിട്ടുള്ളതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതാ ഈ ഒരു വേസ്റ്റ് തുണിയാണ് നമുക്ക് ഉള്ളതല്ലേ. ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ അകത്ത് നിന്ന് വേണം നമ്മൾ സ്ലീവിന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. 7 സ്ലീവ്. ഇവിടെ താഴെ ഭാഗത്ത് വെച്ചാൽ തേര് ഭാഗമാണ്, മടക്കി അടിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ 7 സ്ലീവ് ലെങ്ത്ത്. അതുകൊണ്ട് 7.5 മാത്രം മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് മേലെ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും വേണം, താഴെ മടക്കി അടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് 7 7.5 മാർക്ക് ചെയ്ത്. എന്നിട്ട് ഇതാ ഇങ്ങനെ
വെച്ച് നോക്കിയല്ലോ. ഇതേപോലെ നമുക്കിവിടെ സ്ലീവ് കിട്ടണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയേ ഇല്ലൂ. അപ്പോൾ അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കുറച്ച് വണ്ണുള്ള അളവായി പോയില്ലേ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് കൊടുക്കണം സ്ലീവിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ ഇങ്ങ് കൊടുക്കാനാകുമ്പോൾ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുക നിങ്ങൾ. ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം സ്ലീവിൻ്റെ ഷേപ്പ് വരുന്ന പോലെ ഇങ്ങനെ വളച്ച് വെക്കുക. നമുക്ക് കറക്റ്റായിട്ട് എത്തുകയും ചെയ്യും, സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടുകയും ചെയ്യും. ആ ഒരു ഭാഗത്തൊക്കെ അത്രയേ തുണിയുള്ളൂ. നമ്മളപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, വേറെ തുണിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം എടുത്തു കൊടുക്കുക. മാക്സി ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ടിയിൽ വരച്ചു. അയ്യോടാ, ചോക്ക് പൊട്ടിപ്പോയത് കണ്ടോ നിങ്ങൾ? ഓക്കെ, ഇതേപോലെ നമ്മൾ കൊടുത്തല്ലോ, മനസ്സിലായല്ലോ. നിങ്ങൾ ഏകദേശം ഇതുപോലെ എടുക്കുക. ഇനിയിപ്പം കുറച്ച് വണ്ണം ഇതിനേക്കാളും കുറവുള്ള ആൾക്കാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് സ്ലീവ് കിട്ടും. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി വേറെ രീതിയിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് നമ്മൾ വേറെ നൈറ്റി പഠിക്കുമ്പം പഠിപ്പിച്ചു തരും. ഇപ്പം നമുക്കിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും എന്തായാലും, അത് മതിയല്ലോ നമുക്ക്. ഈടെ വരെയാണ് നമ്മളെ അളവ്. തയ്യൽ തുമ്പടക്കം ഇതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടുവേ. നമ്മൾ ബോഡി പാർട്ടിൽ തയ്യൽ തുമ്പടക്കം നമുക്ക് അളന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇനി താഴത്തെ സ്ലീവ് റൗണ്ട്, സ്ലീവ് ഓപ്പൺ റൗണ്ട് കൈ വണ്ണം മാർക്ക് ചെയ്യുക. ഞാനിത് 1/2 ഇഞ്ച് ലൂസും ചേർത്തിട്ട് 7.5 മാർക്കിംഗ് കൊടുത്തു. അതിൻ്റെ ഇപ്പുറത്ത് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഉള്ളിലേക്ക് നമുക്ക് തയ്യൽ തുമ്പ് അടക്കമാണ് മാർക്ക് ചെയ്തതേ. അപ്പോൾ മനസ്സിലായല്ലോ, ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ എടുത്ത് മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് അടക്കം ഉള്ളതാണ് മേലെ ഭാഗത്ത്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതും കൊടുത്ത് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്ത് അപ്പുറത്തെ സൈഡിൽ ഞാൻ പക്ഷേ റെക്കോർഡാക്കാൻ മറന്നിട്ട് ഇപ്പുറത്തെ സൈഡ് എടുത്ത് ഒന്നും കൂടെ കാണിക്കുന്നതാണേ. സ്ലീവ് ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വരെയാണേ, കണ്ടില്ലേ? ഇനി ഈ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോയേന്ന്. നമുക്ക് ഈ ഒരു ഭാഗമാണ് കുറഞ്ഞു പോയത്, പക്ഷേ നമ്മൾ മാക്സിക്ക് അത് കുഴപ്പമൊന്നുമില്ല. അടിഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങ് വരും. ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ കൂടെ കൊടുത്തേക്കാം. ഇതേപോലെ സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് ഭാഗത്ത്, സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് ഒരു ലേശം 1/4 ഇഞ്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. നിങ്ങളപ്പോൾ സ്ലീവിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. രണ്ടായി ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മിഡ് പോയിൻ്റ്. എന്നിട്ട് നമ്മളൊരു സൈഡിൽ നിന്ന് ഇവിടെ മാത്രം ഈ ഭാഗത്ത് മതിയേ ഒരു 1/4 ഇഞ്ച് എടുത്തിട്ട് അങ്ങ് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ മനസ്സിലാവാൻ പാടില്ല, ഒരു നല്ല ഷേപ്പിൽ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പിൽ ആ ഒരു പോർഷനിൽ ഫുള്ളെടുത്ത് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും, അത് ഓർക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക, ചെറിയൊരു കട്ടിങ്സ്, അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് ഇങ്ങനെ വരഞ്ഞാലും മതി. മനസ്സിലാകണ്ടേ നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തേന്ന്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ്ങും ആയി. ഇനി നമുക്ക് നെക്കിൻ്റെ ഫേസിങ്ങും ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫേസിങ് വെച്ച് കൊടുക്കാൻ, അതായത് നമ്മളെ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കുറച്ച് തുണി വേണം. പക്ഷേ ലീഡ് ചെയ്താൽ കട്ടായ തുണി, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ തുണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും എത്തൂല. നമ്മൾ ജോയിൻ ചെയ്തിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്തും. പക്ഷേങ്കിൽ നമുക്കിപ്പം ജോയിൻ ചെയ്യേണ്ട, വേറൊരു പച്ച കളർ തുണി ഇല്ലോണ്ട് ഞാൻ അതെടുത്തിട്ടാണ് ഇപ്പോൾ ഫേസിങ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ തുണി തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എത്ര പോരെ അളവിൽ. ഇപ്പം നമുക്ക് കുറച്ച് തുണി പോരാ, നെക്കിന് കുറച്ചധികം തുണി വേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് ഇതേപോലെ എല്ലാം ഒപ്പരം ജോയിൻ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സെയിം കളറ് പച്ച കളർ ലൈനിങ്ങിൻ്റെ തുണിയോ കോട്ടൺ തുണിയോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പച്ച തുണി എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ നെക്ക് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെക്കിന് ചുറ്റും 1.5 ഇഞ്ച് വീതിയിൽ തുണി നമുക്ക് കിട്ടണം. ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേങ്കിൽ എല്ലാ പീസും ജോയിൻ ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. ഒരു ഗ്രീൻ കളറ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തുണിയിൽ നമുക്ക് ഫേസിങ് ചെയ്യാം. ഈ ഒരു നെക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു നെക്കിൻ്റെ ഷേപ്പ്, ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഇവിടെ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും 1.5 ഇഞ്ച് വീതിയിൽ തുണി എടുത്താൽ മതി. ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും നെക്ക് അകന്ന് പോകാണ്ട് നേർക്ക് വെച്ച് കൊടുക്കണേ. ശരിക്കും നെക്ക് കട്ട് ചെയ്ത ആ ഒരു രീതിക്ക് തന്നെ അകന്ന് പോകാൻ പാടില്ലേ. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ചോക്ക് കൊണ്ടൊന്ന് നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം.
ഇതേപോലെ കൊടുത്തല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇതേപോലെ മാർക്ക് ചെയ്യുക. ആദ്യം എല്ലാ സൈഡിലും മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിലെ ഭാഗം കട്ട് ചെയ്യണ്ടേ. ഇതായി പുറമേ ബാക്കി വരുന്നതിനെ അങ്ങ് കട്ട് ചെയ്ത് ഇതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ എടുക്കുക ഫേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ 3 സൈഡും ഇങ്ങനെ മടക്കി 1/4 ഇഞ്ച് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഈ ഒരു 3 സൈഡും 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാണിക്കാം. ഇതാ കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ. ഇനി നമ്മളിത് നെക്കിന് വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. നമ്മളെ നെക്കിന് ഇത് കറക്റ്റായിട്ട് നെക്ക് അകന്നൊന്നും പോവാണ്ട് നിങ്ങൾ നെക്കൊക്കെ കറക്റ്റ് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വേണമെങ്കിൽ അപ്പുറത്തെ സൈഡ് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുത്തോളൂ. ഇതേപോലെ കൊടുത്തിട്ട് സൈഡിലൊക്കെ പിൻ ചെയ്ത് വെക്കുക. സ്റ്റിച്ച് ചെയ്യേണ്ട അടുത്ത് വെക്കല്ലേ. ഇതാ സൈഡിൽ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകാത്തവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അത് മനസ്സിലായിക്കോളും. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മനസ്സിലാവില്ല. ഇതാ ഇതിൽ കൂടെ 1/2 ഇഞ്ച് ഇതിലാണ് തയ്യൽ തുമ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ 1/2 ഇഞ്ച് എടുത്തിട്ട് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങളും ഇതുപോലെ ചെയ്തു, എന്നാൽ പിന്നെ തെറ്റൂല. ഈ 3 സൈഡിലും തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വേണം എടുക്കാൻ. ഇതാ ഇതേപോലെ സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുക്കേ. ഇനി നമുക്ക് എന്തേ വരച്ചതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതേപോലെ വരച്ചതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് കട്ട് ചെയ്ത് കളയാം. ഇതാ നമ്മളിവിടെ എത്ര 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആടെ നിർത്തിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല തുണി കട്ട് ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു ലൈനിങ് പോലത്തെ തുണി ഇങ്ങ് കട്ട് ചെയ്താൽ മതി. നെക്ക് റെഡിയാവാനാണ് പോകുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതാ ഈ ഒരു കോർണറിലെല്ലാം കട്ടിങ്സ് ഇങ്ങനെ കൊടുക്കണം. എന്നാലേ നമുക്കത് തിരിച്ചിടാൻ എളുപ്പമാകുമല്ലോ. അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരുമാതിരി പിടുത്തം വരും. അതിനാണ് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം നമുക്ക്. സ്റ്റിച്ച് കട്ടായി പോലല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന പോലെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടല്ലോ നെക്ക് ഫിനിഷ് ആവുന്നത്. എന്നിട്ട് നമുക്ക് 2 സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മളൊരു ബാക്ക് പാർട്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിൽ ഫേസിങ് വേണമെന്നില്ല, ക്രോസ് പീസ് വെക്കാം നമുക്ക്. ഇതാ ഞാനിങ്ങനെ മറിച്ചിട്ട് അയൺ ചെയ്തിട്ടൊക്കെ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൂടെ ഈ അരുവിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. വേണമെന്നൊന്നുമില്ല, പക്ഷേ ഇതിൽ നമുക്ക് അയൺ ചെയ്യുന്നതിന് മുന്നേ ഒക്കെ കൊടുക്കാം. അത് ഏതായാലും ഞാൻ കൊടുത്തേക്കാം. കണ്ട അരുവിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് കൊടുക്കണം. എന്താ നമ്മളിപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് തയ്യൽ തുമ്പ് ഉള്ളിലെ ഭാഗത്തെ ആ ഒരു ഫേസിങ്ങിൻ്റെ പീസൊക്കെ അവിടെ നിന്നോളും. നമ്മൾ ഹെമ്മിങ് ഒന്നും ചെയ്ത് കൊടുക്കണ്ട. ഇങ്ങനെ ചെയ്താൽ മതി. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണേ. ഇതേപോലെ പൊന്തിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് തിരിച്ച് വെക്കുന്നു, എന്നിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്തിട്ട് കാണിക്കുക. ഇതാ കണ്ടോ, ഇതേപോലെ കൊടുത്തു. അപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് എന്താ ആ ഒരു തയ്യൽ തുമ്പൽ അവിടെ നിന്നോളും. ഇതാ ഇതേപോലെ നമ്മൾ ചെയ്തു. കണ്ടില്ലേ, ഇത്ര വരെ ആയി. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമുക്ക് ചെയ്യാം. ഇതാ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്രോസ് ആയിട്ട് 1/4 ഇഞ്ച് വീതി അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നെക്കിന് ബാക്ക് നെക്കിന് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഈ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ 1.25 1.5 വരും. നിങ്ങളപ്പോൾ 1.5 ഇഞ്ച് എടുത്താൽ മതിയേ. ഇതാ 2 പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അറ്റം ഭാഗങ്ങളിലൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ഇതാ ജോയിൻ്റായി. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ജോയിൻ്റ് ആക്കിയിട്ട് കാണിക്കാം ഞാൻ. കണ്ടില്ലേ, ഇനി ഇതാ ഈ ഒരു തയ്യൽ തുമ്പിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഇതാ ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇനി ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. ഇത്രയൊന്നും വേണ്ട കേട്ടോ, എന്നിട്ട് നമുക്ക് ഭംഗിയിൽ കിട്ടൂല. കട്ട് ചെയ്തൊക്കെ നീറ്റാക്കി കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ എടുത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക. അങ്ങത്തോളം 1/4 ഇഞ്ച് വീതിയിലെടുത്ത് സ്റ്റിച്ച് ചെയ്യാം.
കണ്ടോ സ്റ്റിച്ച് ചെയ്തത് ഇതേപോലെ ചെയ്ത്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡൊക്കെ ലെവലല്ലാണ്ട് ഉള്ളതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കൂടുതലെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ അവിടെ കുറഞ്ഞു പോകും. കുറച്ചൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക സൈഡൊക്കെ. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്കിന് നല്ല ഭാഗത്ത് ഇതേപോലെ ഈ ഒരു പീസിൻ്റെ മോശം ഭാഗമാണ് ഈ പുറമേ കാണുന്നത്. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വലിച്ച് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പോലെ ഉണ്ടാവും. ഇങ്ങനെ വെച്ചിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. കണ്ടല്ലോ, ഒരു 1/2 ഇഞ്ച് വീതിയിലെടുത്തിട്ട്, 1/2 ഇഞ്ച് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ 1/4 ഇഞ്ചിലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 1/2 ഇഞ്ച് നമ്മൾ എടുക്കണം. പക്ഷേ ഈ ഒരു പീസിന് വീതി കുറച്ച് കുറവാണ് എൻ്റെതിന്. നിങ്ങൾ കറക്റ്റ് 1.5 തന്നെ എടുത്തിട്ട് 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്യൽ തുമ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ചിനേക്കാളും ലേശം കൂടെ അധികം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതേപോലെ ഉള്ളോട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ 2 സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇതിലെ കൂടെ പിന്നെ ഇതിലെ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. ആദ്യം ചെയ്തില്ലേ ഫ്രണ്ട് പാർട്ടിൽ അതുപോലെ 2 സ്റ്റിച്ചും ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ മലന്ന് നിൽക്കാൻ പാടില്ല. നെക്ക് നല്ല ഇതേ രീതിയിൽ തന്നെ നിൽക്കണം. കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്തത് കണ്ടോ? 2 സ്റ്റിച്ച് ആദ്യത്തെ പോലെ തന്നെ കൊടുത്തു. ഇവിടെയും ഒന്ന് കൊടുത്തു, പിന്നെ ഇവിടെയും കൊടുത്തു. നിങ്ങൾ അയൺ ചെയ്തിട്ടൊക്കെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കണം. അതിന് പ്ലാക്കറ്റ് നമുക്ക് പറയാം. പ്ലാക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പീസുകളുണ്ട്. അതേപോലെ വേസ്റ്റ് പീസെല്ലാം കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 5 വീതി, 5 അല്ലെങ്കിൽ 5.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി കിട്ടണം. നീളം നമ്മൾ എത്ര പോരെയാണോ ആ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത്, 5 ആണെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 നമുക്ക് കിട്ടണം. 6.5 അല്ലെങ്കിൽ 7 കിട്ടണം. ആ ഒരു രീതിയിലുള്ള ഒരു തുണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് ഒരു തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണി കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ ഈ ഒരു വളഞ്ഞ പോലത്തെ ഭാഗമെല്ലാം ഇതേപോലെ സ്ട്രെയിറ്റ് ആക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ കട്ട് ചെയ്യാനുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പീസ് കിട്ടി. ഈ ഒരു പീസാണ് ഞാൻ ഫ്രണ്ടിൽ ആ ഒരു പ്ലാക്കറ്റിന് വെക്കാൻ എടുക്കുന്നത്. കണ്ടല്ലോ, ഇതിപ്പോൾ 7.5 ഉണ്ട്. നമുക്കിപ്പോൾ 6 ആണ് ആ ഒരു ലെങ്ത്ത് കൊടുക്കുന്നെങ്കിൽ, ഓപ്പണിംഗ് കൊടുക്കുന്നെങ്കിൽ 7.5 എടുക്കാം. ആ ഒരു രീതിയിൽ എടുക്കാം. വീതി 5.5 അല്ലെങ്കിൽ 5 എടുക്കാം. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ജോയിൻ ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റായില്ലേ നമുക്കിത്? ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്താണെന്ന് തോന്നില്ല. അത്രയും നീറ്റായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വരും. ഇനി നമ്മൾ ഈ ഒരു നൈറ്റീൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. മോശം ഭാഗത്ത് നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യണം. അത് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ നമുക്ക് കിട്ടും. എന്നിട്ട് ആടെ ഒരു ലൈൻ കൊടുക്കുന്നത്. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ആ ഒരു പീസിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലൈൻ സെൻറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കട്ട് പീസ് എടുത്തിട്ട് അതിൻ്റെയും നടുക്ക് ഇതുപോലെ ലൈൻ കൊടുക്കാം. ഈ ഒരു കട്ട് പീസിൻ്റെയും മോശം ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു നടുഭാഗം മാർക്ക് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത്. മോശം ഭാഗമാണ് രണ്ടും എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നടുഭാഗം ഞാൻ കണ്ടെത്തി. ഞാൻ ഈ ഒരു പീസിലാണ് ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ എനിക്കിപ്പോൾ 5.5 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ കൊടുക്കാൻ പറ്റും. എത്രയാണോ ലെങ്ത്ത് എടുക്കുന്നത് ഓപ്പണിങ്ങിന്, അപ്പോൾ 1.5 ഇഞ്ച് അതിന് കൂടുതലായിട്ട് നിങ്ങൾ തയ്യൽ തുമ്പ് എടുക്കണം. ഞാനിപ്പോൾ 5-ൽ മാർക്കിംഗ് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ 5 എടുത്തിന് ഒരു 5.5 എടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. കാരണം മേലെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് 5 ആണെങ്കിൽ 5.5 എടുക്കണേ നിങ്ങൾ. അതുപോലെ 5.5 മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ 2 വശത്തേക്കും ഈ നടുഭാഗത്ത് വരച്ച ലൈനിൻ്റെ 2 വശത്തേക്കും നമുക്ക് 1/2 ഇഞ്ച് വീതം എടുത്തിട്ട് ഒരു ലൈൻ കൊടുക്കാം. കണ്ടോ, 2 സൈഡിലേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഒരു നടുക്കുള്ളതിൻ്റെ ഞാൻ വരച്ചു കൊടുക്കുന്ന കണ്ടല്ലോ. ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലും കൊടുക്കാം. നടുക്ക് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത ലൈൻ അതിൻ്റെ 2 സൈഡിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ വരച്ചത് കൂടെ ഈ ഒരു 1/2 ഇഞ്ച് വരച്ചത് കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലൈനിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. മേളിൽ ഇതേപോലെ വന്ന് ഇവിടെ കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇങ്ങോട്ട് പോവാം. ഇവിടെ മടക്കി വെക്കണം. ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് വരേണ്ടത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോശം ഭാഗത്ത് തന്നെ നമ്മൾ ഈ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക.
ഈ തുണീൻ്റെ മോശം ഭാഗമാണ് ഞാനിപ്പം കാണുന്ന രീതിയിലുള്ളത്, നല്ല ഭാഗം ഉള്ളിലായിട്ടാണ് ഉള്ളത്. എന്നിട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്ത് നമുക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ്. നടുക്ക് ആ ഒരു നൈറ്റീൻ്റെ നടുക്കാണ് ഞാൻ വെച്ചിട്ടുള്ള ഈ പീസ്, അതിനാണ് ലൈനൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു പീസിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പിന്നെ കുത്തിയിട്ട് ഉറപ്പിച്ച് കൊടുക്കാം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ ആ ഒരു വരച്ചതിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നേ. ആ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് വരച്ചതിൽ കൂടെ, എന്നിട്ട് ആ താഴെ ഇങ്ങനെ നിർത്തി, എന്നിട്ട് ഇത് പൊന്തിച്ചിട്ട് ഇപ്പുറത്തേക്ക് പോവാം. ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മെല്ലെ ചെയ്താൽ മതി. എന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് വീണ്ടും ഇപ്പുറത്തെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിലേക്ക് വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മേലത്തെ ഭാഗം അങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഞാനുള്ളത്. എന്താ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ഈ ഒരു പിന്നെല്ലാം ഊരിയെടുക്കുന്നുണ്ട്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ആ ഒരു ലൈനില്ലേ, ആദ്യം നടുക്കൊരു ലൈൻ വരച്ചിട്ടല്ലേ അപ്പുറത്തും ഇപ്പുറത്തും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ആ നടുക്കുള്ള ലൈൻ ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ 5.5 ഇഞ്ച് എടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. കണ്ടില്ലേ, ഞാൻ സ്റ്റിച്ച് ചെയ്തതൊക്കെ കണ്ടല്ലോ നിങ്ങൾ. ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ടുണ്ട്, മേളിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്യല്ലേ, ഇത് ആ സ്റ്റിച്ചിൻ്റെ ഒരു 4 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇത്ര വരെ കട്ട് ചെയ്ത് ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ടേക്കും കട്ട് ചെയ്യുക. ഇപ്പുറത്ത് ഒരു സ്റ്റിച്ചും കൂടി ഇല്ലേ, നടുക്കത്തെ ലൈനാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് 4 ഇഞ്ച് അടവെക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഇനി ഈ ഒരു തുണിയിലായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വേറെ ഒരു ക്ലാസ് ഇതിന് വേണ്ടി തരാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്ക് കൂടെ കട്ട് ചെയ്ത് കളഞ്ഞ് നടുക്കത്ത്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, 2 സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ കൊടുത്തു, നമുക്കിത് തിരിച്ച് ഇടാനുള്ളതാണ്. ഇനി നമ്മൾ നൈറ്റി നല്ല ഭാഗം എടുത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു പീസിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇതേപോലെ ആക്കിയെടുത്ത് ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. പ്ലാക്കറ്റ് നമ്മൾ വലത് ഭാഗത്താണ് കൊളത്ത് വെക്കുന്നത് കേട്ടോ, അത് ഇഷ്ടമുള്ള ഭാഗത്ത് ആക്കിക്കോ, രണ്ടും ഒരേപോലെ ഉള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഈ പീസിന് ഇങ്ങനെ എടുത്തിട്ട് ഒരു 4 ഇഞ്ച് മടക്കുക. അവിടുത്തെ തയ്യൽ തുമ്പെല്ലാം കാണാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്, നമ്മൾ ആടെ ഒരു തയ്യൽ തുമ്പ് സ്റ്റിച്ച് ഉണ്ടേ, അതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു മേലത്തെ ഭാഗമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ആ ഒരു ഓപ്പണിങ് ചെയ്തില്ലേ, നമ്മൾ ആടെ ഒരു സ്റ്റിച്ച് ചെയ്ത് അവിടെ വരെയാണ്, ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ വരെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അതേപോലെ ഇപ്പുറത്തെയും ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 4 ഇഞ്ച് മടക്കിയിട്ട് ആ ഒരു തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ ഓപ്പൺ ചെയ്ത് അവിടെ വരെ സ്റ്റിച്ച് കൊടുക്കുകയെന്ന് വേണ്ട. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കണ്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തെ പീസിനെ എടുത്തിട്ട് 4 ഇഞ്ച് മടക്കി ഇവിടെ തയ്യൽ തുമ്പുണ്ട്, ഈ തയ്യൽ തുമ്പ് ഇതിങ്ങനെ ആക്കിയിട്ട് കാണാത്ത രീതിയിലാക്കിയിട്ട് ഇതാ ഇവിടെ 4 ഇഞ്ച് മടക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ മേലെ ഭാഗം മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെ ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ വരെ നമ്മൾ ആ ഒരു ഓപ്പൺ ചെയ്തതിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതാ ഒരു ഓപ്പൺ ചെയ്ത് അവിടെ വരെ കെട്ടിട്ടിട്ട് ഇതാ ഇവിടെ എൻഡ് ചെയ്ത് കൊടുത്തേ. നമുക്ക് ചെയ്തത് കണ്ടില്ലേ, ഇതേപോലെ ഇതാ ഇവിടെ വരെ ചെയ്തു. അതേപോലെ അപ്പുറത്തെ ഭാഗവും ചെയ്യുക. നിങ്ങൾ 4 ഇഞ്ച് ഒന്നിങ്ങനെ മടക്കി ഇതാ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ആ ഒരു തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ അവിടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ അവിടെ തന്നെ സ്റ്റിച്ച് കൊടുക്കുന്നത്. തയ്യൽ തുമ്പിനെ കാണാത്ത രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പം ചെയ്ത പോലെ തന്നെ. ഈ ഒരു തുണിയാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഒരു ഓപ്പൺ ചെയ്ത് അവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ടിട്ട് അവിടെ നിർത്തുക ചെയ്തതേ. നമ്മൾ ആദ്യത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡ് ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കണ്ടേ നിങ്ങൾ, ഇതേപോലെ 2 സൈഡ് ഇങ്ങനെയാണ് ഉള്ളത്. ഇതെവിടെയെല്ലാം കണ്ടില്ലേ, ഇതേപോലെ ഉള്ളത്. ഇനി ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഹുക്കിൻ്റെത് വെക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. വലതാണ് സാധാരണ ഹുക്ക് വെക്കുന്നത് അല്ലേ, അങ്ങനെ നമുക്ക് വെക്കാം.
ഇതാ ഇങ്ങനെ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വരുന്ന കണ്ടില്ലേ, നിങ്ങളിവിടെ ഇങ്ങനെ കുളത്ത് വെച്ച് കൊടുത്താൽ ആയി. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു താഴത്തെ പീസിൻ്റെ ഭാഗവും 2 പീസില്ലേ, അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഭാഗം മാത്രം നമുക്ക് അവിടെ മതി. അപ്പോൾ ഈ താഴത്തേനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഫുൾ അങ്ങനെയല്ല, ഇതാ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ആ ഒരു താഴത്തെ ഭാഗം കുറച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയെന്ന് കണ്ടില്ലേ. ഇതാ കണ്ടോ നിങ്ങൾ, ഇതേപോലെ. എന്നാൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇതേപോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര തടിയായിട്ട് തോന്നുന്നില്ലേ, അതിനാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഒന്ന് ശരിക്കാക്കിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ഒരു യു പോലത്തെ ഷേപ്പ് വരുന്ന രീതിയിൽ, ട്രയാങ്കിൾ പോലെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ നേരെ വെച്ച് ചെയ്ത് കൊടുത്താലും മതി. ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പം ഈ മേലെ ഭാഗത്ത് ഇവിടെ ഒരു പിൻകുത്തി വെച്ച്, രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു പിൻകുത്തി അവിടെ വെച്ച് കൊളുത്ത് വെച്ച പോലെ തന്നെ തോന്നാൻ. നമുക്കത് വെക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോകാണ്ടിരിക്കാനൊക്കെ. എന്നിട്ട് നമ്മൾ താഴെ ഭാഗത്താണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടില്ലേ ഇപ്പുറത്തെ ഭാഗത്ത്, ഈടുന്ന് തൊട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ ശരിക്കും ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് അവിടെ കെട്ടൊക്കെ ഇട്ടിട്ട് താഴെ ഭാഗം ഞാനൊന്നും ഉള്ളിലേക്ക് മടക്കിയിട്ട്, ത്രികോണ ഷേപ്പിലൊന്നും ഞാൻ അവിടെ ആക്കി കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു താഴെ ഭാഗം ശരിക്കൊന്ന് വെച്ചിട്ട് ഒന്നുള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് കൊടുക്കാനാണ് പോകുന്നത്. ഇതേപോലെ മടക്കി അവിടെ വെക്കുക. വേണ്ടിക്കില്ല എന്തെങ്കിലും പിന്നെ അവിടെ കുത്തി വെച്ചോ. ഇതാ ഈ ഒരു എൻഡിൽ വരെ സ്റ്റിച്ച് ഇങ്ങനെ എത്തിയിട്ട് സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന ഇതേപോലെ തിരിച്ച് വെക്കുക. ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക നിങ്ങൾ. എന്നിട്ട് ഇതാ ഈ ഒരു അറ്റത്തെത്തുമ്പോൾ ഇങ്ങനെ നിർത്തുക, ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് നമ്മൾ മേലോളം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ആ ഒരു ഇത്ര വരെയാണ് നേരത്തെ നിർത്തിയത്, അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് നീക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ശരിക്കിടെ വെക്കണേ. ഇടയൊന്നും നമുക്കൊന്നും ഉള്ളിലുള്ളതൊന്നും കാണാൻ പാടില്ല പുറമേ. ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെയാണ് നമ്മൾ ആ ഒരു ഓപ്പണിങ് വരുന്നത്. നമ്മൾ ആദ്യം സ്റ്റിച്ചിട്ട് നിർത്തിയത് അവിടെ വരെയാണ്. അപ്പോൾ അവിടെ വരെ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു തുണിയായി പോയണ്ടാന്നൊന്നും കാണുന്നില്ല, വെറുതെ ഈ തുണി എടുത്ത് ചിന്തിച്ചിട്ടേ ഇല്ല. വേറെയും തുണി ഉണ്ടായിരുന്നു. നമ്മൾ പ്ലാക്കറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് കിട്ടി കണ്ടോ നിങ്ങൾ. ഇങ്ങനെയാണ് പ്ലാക്കറ്റ് വെക്കുന്നത് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് അഥവാ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വേറെ നല്ല വീഡിയോസ് യൂട്യൂബിലുണ്ട് കേട്ടോ, ഇത് വെക്കുന്നത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ വേറെ കാണിച്ചു തരും. ഇതേപോലെ ചെയ്തു. ഈ ഒരു താഴെ ഭാഗമൊക്കെ കണ്ടല്ലോ. ഇതേപോലെ അങ്ങ് ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ. ഹുക്കും ലൂപ്പും ഒക്കെ നിങ്ങൾ അതിന് വെക്കണം. ഇനി 2 പാർട്ടും ഒരുമിച്ച് വെക്കുക. നല്ല ഭാഗം ഉള്ളിലാണേ ഉള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോൾഡറിന് സ്റ്റിച്ച് കൊടുക്കുക. ഷോൾഡർ നമ്മൾ ഫേസിങ് സ്റ്റിച്ച് ചെയ്ത് പോയോണ്ടാണ്. വേറൊരു രീതി കൂടി ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തിട്ട് കാണിക്കേ. കണ്ടില്ലേ, ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇനി ഇത് നിവർത്തിയിട്ട് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ജോയിൻ ചെയ്യാനൊക്കെ ഞാൻ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു സ്ലീവിന് കുഴിച്ച് മാർക്ക് ചെയ്തത് സ്ലീവിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരുന്ന രീതിയിൽ ആദ്യം നോക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ സൈഡ് കൂട്ടുക, താഴെ മടക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ സ്പീഡിൽ പറഞ്ഞു തരാം. നമ്മളിങ്ങനെ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലീവ് ഇതിൻ്റെ തന്നെയാണ്, ഇപ്പുറത്തെ ഭാഗത്തെയാണ്. മറ്റേ സ്ലീവ് അപ്പുറമായിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് എല്ലാം കറക്റ്റ് ആയിരുന്നു, അധികവും കുറവും ഒന്നും വരുന്നില്ല കേട്ടോ. നിങ്ങൾ ഒന്നിക്കലും നടുക്കുന്ന് ജോയിൻ ചെയ്യാൻ തുടങ്ങിയാൽ മതി, 2 സൈഡും നോക്കിയിട്ട്. ഇനി ഞാൻ വേഗം സൈഡ് കൂടെ കൂട്ടിയിട്ട് കാണിച്ചു തരാം. വീഡിയോ ഭയങ്കര ലെങ്തായി പോയി. എല്ലാം ഒരു ക്ലാസ്സിലല്ലേ കാണിച്ചത്. മാക്സിൻ്റെ തിയറിയും കട്ടിങ്ങും 1 ഇഞ്ച് അളവാണ് തയ്യൽ തുമ്പ് എടുത്തത്. അതേ അളവിൽ മാർക്ക് ചെയ്ത് വരച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴോട്ട് എത്തുമ്പോൾ നിങ്ങൾ 1 ഇഞ്ച് ആ ഒരു തയ്യൽ തുമ്പിന് വീതി എടുക്കണം എന്നില്ല. 1/2 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ 1/4 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ചൊക്കെ എടുത്തിട്ട് അങ്ങനെ കൊടുത്താൽ മതി. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, 2 സൈഡും ചെയ്തെടുത്ത്. ഇനി അത് നല്ല ഭാഗം കാണിച്ചു തരാം. നല്ല ഭാഗം തിരിച്ചിട്ടിട്ട് കണ്ടല്ലോ. ഇതേപോലെ സിമ്പിളായിട്ടാണ് നമ്മൾ എ ലൈൻ നൈറ്റി വരുന്നത്. വേണമെങ്കിൽ നെക്കിന് ലേസൊക്കെ വെച്ച് കൊടുക്കാം. ആദ്യം പഠിക്കുന്നതുകൊണ്ട് സിമ്പിളല്ലേ നമ്മൾ തുടങ്ങുന്നത്. സ്ലീവൊക്കെ കറക്റ്റാണ്. ഇനി ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയേ, മാക്സി ഇട്ടിട്ട് കണ്ട ഇതേപോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത മാക്സി വന്നിട്ടുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇതിന് ഒരു തകരാറും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സൈസ് കൂടുതലാണ്, വണ്ണം കൂടുതലുള്ള ആൾക്കാണ്. പിന്നെ ലൂസിലെല്ലാം വേണമെന്ന് പറഞ്ഞിനി, കുറച്ച് ലൂസെല്ലാം കൊടുത്ത് ഇതേപോലെ അളവൊക്കെ എടുത്ത് ഇടിയിപ്പിച്ചപ്പോൾ കണ്ടല്ലോ. ഇതേപോലെ നിങ്ങൾക്കും കിട്ടും.
അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ഇനിയും കുറേ ടൈപ്പ് ഗാർമെൻറ്റ് പഠിപ്പിക്കും കേട്ടോ. കുർത്തീസ്, പാൻറ്റ്, അത് ഇത് കുറേ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.